അടുത്തടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സംസ്ഥാന സമരങ്ങൾ ഒരു സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യൻ കോൺക്ലേവായിട്ട് മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ആ വഴിക്കുള്ള ചില ചിന്തകളും ആലോചനകളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഫെബ്രുവരി 7, 8 നമ്മൾ പെട്ടെന്ന് മറക്കില്ല. 7-ാം തീയതി കർണാടക സർക്കാരിൻ്റെ കേന്ദ്ര വിരുദ്ധ സമരം ഡൽഹിയിൽ നടന്നു. 8-ാം തീയതി കേരളത്തിൻ്റെ കേന്ദ്രവിരുദ്ധ സമരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നു. അതിന് മുന്നോടിയായിട്ട് വാർത്താ സമ്മേളനത്തിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ചരിത്രത്തിൽ കീഴ്വഴക്കമില്ലാതിരിക്കുന്ന ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു അപൂർവ സമരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സമരം ആർക്കും എതിരായിട്ടല്ല, അനീതിക്കെതിരെ, സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെ ആണ് നമ്മൾ പൊരുതുന്നത്. രാജ്യമാകെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നാഷണൽ മീഡിയ കവറേജൊക്കെ നോക്കിയാൽ അറിയാം. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം, അതിന് തൊട്ടടുത്ത ദിവസം കേരള മുഖ്യമന്ത്രി നടത്തിയ സമരം, വൈകാതെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച തമിഴ്നാട്. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബാക്കി ഉള്ളത് തെലങ്കാനയും ആന്ധ്രയും. എല്ലായിടത്തും BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്നു. അപ്പോൾ തെക്കേ ഇന്ത്യ മുഴുവൻ, സദേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് BJPക്ക് പ്രാപ്യമല്ല ഇപ്പോൾ എന്നുള്ളതാണ് സത്യം. കർണാടകയിൽ BJP അധികാരത്തിൽ വന്നിരുന്നു, പക്ഷെ അവർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ തെക്കേ ഇന്ത്യ നാളെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഒരു സൗത്ത് ഇന്ത്യ കോൺക്ലേവിലേക്ക് ഇത് മാറുമോ എന്നാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ വിശകലനം ചെയ്യുന്നത്. കാരണം ഇന്ത്യ, നമ്മുടെ രാജ്യത്ത് 17 സംസ്ഥാനങ്ങളിലാണ് BJPയോ BJP സഖ്യമോ ചേർന്ന് ഭരിക്കുന്നത്. ഒറ്റയ്ക്കും സഖ്യമായിട്ടും NDA സഖ്യമായിട്ടും. ബാക്കി സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് നോൺ BJP ഇതര പ്രതിപക്ഷ പാർട്ടികളാണ്. അപ്പോൾ ഇവരെ എത്ര നാൾ അവഗണിച്ചിട്ട് കേന്ദ്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം ലക്ഷ്യമിടുന്നത്, BJP ലക്ഷ്യമിടുന്നത്, കേന്ദ്ര സർക്കാർ പാർട്ടി 400 ലോക്സഭാ സീറ്റുകൾ നേടുക എന്നതാണ് BJPയുടെ ഒരു മതിപ്പ്. അവർ കരുതുന്നത് അങ്ങനെയാണ്, ടാർഗറ്റ് എന്നല്ല കേന്ദ്രം പറയാം. ഈ 400 സീറ്റ് നേടണമെങ്കിൽ ഈ 4-5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് MP-മാരെ വേണ്ടേ? അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെ MP ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് കേന്ദ്രം കാട്ടുന്ന അവഗണനകൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, അത് ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ, അത് BJPക്ക് തിരിച്ചടി ഉണ്ടാക്കില്ലേ? ഈ BJP 400 സീറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഈ 400 ഇന്ത്യൻ പാർലമെൻറ്റിൽ, നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിൽ ഏതാണ്ട് 150-ലധികം സീറ്റുകൾ ഈ 4 അല്ലെങ്കിൽ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അവിടെ BJPക്ക് ഒരു മേൽക്കൈ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സീറ്റുകൾ നേടാതെ ഈ പറയുന്ന 400 സീറ്റ് ടാർഗറ്റിലേക്ക് എങ്ങനെ BJPക്ക് എത്താൻ പറ്റും? ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു സാധ്യത നിൽക്കുന്നത്. അതായത് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ BJP സർക്കാർ കാണിക്കുന്ന വിവേചനം, സാമ്പത്തിക ഫെഡറലിസത്തിന് കത്തിവെക്കുക, അതാണ് ആ വിഷയം. പ്രധാന വിഷയം പൊളിറ്റിക്കൽ മാത്രമല്ല, സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് കേന്ദ്രം BJP ഇതര ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത്. ഇതിനെയാണ് കഴിഞ്ഞ ദിവസം കർണാടക ഗവൺമെൻറ്റും ഇപ്പോൾ കേരള സർക്കാരും ചോദ്യം ചെയ്യുന്നത്, പ്രതിഷേധമിരിക്കുന്നത്. അതിന് DMK, തമിഴ്നാട് ഭരിക്കുന്ന DMKയുടെ പിന്തുണ. അതോടൊപ്പം സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്തിയിരിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. സുപ്രീം കോടതിയുടെ തീരുമാനം നിർണായകമാണ്. വൈകാതെ ആ കാര്യങ്ങളിൽ കോടതി ഇടപെടും. ഈ കേരളം ഹർജികൾ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര അവഗണനയ്ക്കെതിരെ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ. തമിഴ്നാട് ഹർജി കൊടുത്തിട്ടുണ്ട്, പഞ്ചാബ് ഹർജി കൊടുത്തിട്ടുണ്ട്, ഡൽഹി.
അപ്പോൾ ഒരു സതേൺ സ്റ്റേറ്റ്സ് മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളും ഡൽഹിയും പഞ്ചാബും പോലെയുള്ള നാളെ മറ്റ് BJP അല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. ഈ ഇലക്ഷൻ ഇയറിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നു. കേരളത്തിൻ്റെ ഹർജിയും തമിഴ്നാട്, പഞ്ചാബ് എല്ലാം പരിഗണിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പരാമർശം വന്നു കഴിഞ്ഞാൽ തന്നെ അത് കേന്ദ്രത്തിൽ ഇലക്ഷൻ വർഷത്തിൽ BJPയെ അതെങ്ങനെ ബാധിക്കുമെന്നൊക്കെയുള്ള വിഷയം വരാനിരിക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സമരം ഡൽഹിയിൽ അരങ്ങേറുന്നത്. അടുത്ത ദിവസങ്ങളിൽ കർണാടക സർക്കാരും കേരള സർക്കാരുമായിട്ട്. അപ്പം ഈ ഒരു വിഷയത്തിൽ പൊളിറ്റിക്കലി നമ്മൾ കാണുന്നത് BJP ഇപ്പം നോക്കുന്നത് ഇത്തവണ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ പറ്റും എന്നാണ് BJP കരുതുന്നത്. BJPയുടെ അവകാശവാദം ഞങ്ങളൊരു 2-3 സീറ്റിൽ ജയിക്കും എന്നാണ് അവകാശവാദം. ഈ 2-3 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് പറയാം. തൃശ്ശൂരിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നു, അതവരുടെ പ്രതീക്ഷ. പിന്നെ തിരുവനന്തപുരം, പിന്നെ പ്രധാനമായിട്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ, ലോക്സഭ മണ്ഡലങ്ങൾ. പിന്നെ അവർ വേറെ ചില നേരിയ പ്രതീക്ഷ വയ്ക്കുന്ന വേറെ ചില മണ്ഡലങ്ങൾ, അങ്ങനെ ഒരു 3-4 മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ പോലും കേന്ദ്രത്തിനെതിരായ ഒരു വികാരം ഈ ഒരു പൊതുജന അവബോധത്തിലൂടെ വന്നു കഴിഞ്ഞാൽ കേരളത്തെ അവഗണിക്കുന്നു. കേരളത്തെ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു. BJP ഭരിക്കാത്തിടത്ത് കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ കേരള സർക്കാർ പോയിരുന്ന സമരം ചെയ്തത്. അതേപോലെ കർണാടകയും ചെയ്തത് കൃത്യമായ ഡേറ്റ വെച്ചിട്ട് തന്നെയാണ്. ഈ ദൈനംദിന കാര്യങ്ങളിൽ ഞങ്ങളെ അവഗണിച്ചു. ഈ കണക്കുകളൊക്കെ നമ്മൾ പല കണക്കുകളും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് അതേപടി ആവർത്തിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ചില സാഹചര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ സാമ്പത്തിക വശത്തെ പറ്റി, എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്നു, മുഖ്യമന്ത്രി പറഞ്ഞ ഇതൊരു ചരിത്രത്തിൽ ഈ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ കീഴ്വഴക്കമില്ലാത്ത ഒരു സമരം ഞങ്ങൾ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിനകത്ത് വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഉൾപ്പെടെ എവിടെയാണ് BJPക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റുക? എവിടെയാണ് കർണാടകയിൽ BJPക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റുക? തമിഴ്നാട്ടിൽ എവിടെയാണ് ക്ലച്ച് പിടിക്കാൻ പറ്റുക? പിന്നെ എങ്ങനെയാണ് BJP 400 സീറ്റിലേക്ക് കുതിക്കുക? വരാനിരിക്കുന്ന ദിവസങ്ങളും മാസങ്ങളും നിർണായകമാണ്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം പല വിഷയങ്ങളിൽ എവിടേക്കൊക്കെ മാറി പോകുമെന്ന് നമുക്ക് ഇപ്പം മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. സുപ്രീം കോടതി ഇടപെടലിനകത്ത് നിർണായകമാണ്. സുപ്രീം കോടതി കാര്യത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് അത് വലിയ ചർച്ചയാവും. കേരളം കൊടുത്ത ഹർജി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അത് വരും മാസങ്ങളിൽ, അത് വൈകാതെ അത് പുറത്തേക്ക് കാര്യങ്ങൾ വരും, കോടതിയുടെ നിഗമനങ്ങൾ വരും, കോടതിയുടെ ഇടപെടൽ വരും എന്നൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവിടെ കേന്ദ്ര സർക്കാർ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.